സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നമ്മുടെ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന് സ്തോത്രവും സ്തുതിയും പുകഴ്ചയും മഹത്വവും ഒക്കെ അർപ്പിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സർവ്വ അധികാരവും പ്രാപിച്ച സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും മടങ്ങുവാൻ യോഗ്യനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ. ഒരുമിച്ചുള്ള നമ്മുടെ ആത്മീയ സംഗമം നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ദർശനം കുറെ കൂടെ സൂക്ഷ്മവും ദീർഘവും ആക്കുന്നതാകട്ടെ. നമ്മുടെ ആത്മീയ മൂല്യം വർദ്ധിപ്പിക്കുന്നതാകട്ടെ. സമർപ്പണം ആഴത്തിലാകുന്നതിന് നമ്മുടെ കൂടിവരവ് കാരണമാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ക്രിസ്തീയ ജീവിതം വളർച്ചയുടെ ജീവിതമാണ്. അത് നിരന്തരം വളർന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. ആ ഒരു വളർച്ചയുടെ പാതയിൽ നമുക്ക് നിരന്തരം സ്ഥിരതയോടെ മുന്നേറുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് തുടക്കത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. എബ്രായർക്കുള്ള ലേഖനം മൂന്നാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണല്ലോ നമ്മുടെ ചിന്താവിഷയം. സ്തോത്രം. അതില് ആദ്യത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. സ്തോത്രം. അതിൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ഐഡന്റിറ്റി, സ്വത്വം എന്താണെന്ന് നമുക്ക് കാണുവാൻ സാധിച്ചു. നമ്മളെ അവിടെ സംബോധന ചെയ്യുന്ന 2-3 പദങ്ങൾ അല്ലെങ്കിൽ രീതികൾ നമ്മൾ കണ്ടു. 1 വിശുദ്ധന്മാർ, 2 സഹോദരങ്ങൾ, 3 സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ. സ്തോത്രം. അപ്പം അതുകൊണ്ട് എന്നതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി. 2-ാമത്തെ അധ്യായം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ സഹോദരന്മാർ, വിശുദ്ധം എന്നതിൻ്റെ അർത്ഥവും നമ്മൾ കണ്ടു. ദൈവത്തിനായി ദൈവത്താലും സ്വന്ത തീരുമാനത്താലും വേർതിരിക്കപ്പെട്ടവർ. അങ്ങനെ നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചവരുമാണ്. ദൈവം നമ്മെ തനിക്കായി വേർതിരിച്ചതുമാണ്. അങ്ങനെ നമ്മൾ വിശുദ്ധന്മാർ. സ്തോത്രം. We are declared righteous and we are made saints, sanctified. We are made holy. നാം നീതിമാന്മാരെന്ന് ദൈവം വിധിച്ചതാണ്, ദൈവം പ്രഖ്യാപിച്ചതാണ്. നമ്മെ നീതിമാന്മാരെന്ന് ദൈവം ഡിക്ലെയർ ചെയ്തതാണ്. സ്തോത്രം. നമ്മെ ദൈവം വിശുദ്ധീകരിച്ചതാണ്. നമ്മെ ദൈവം വിശുദ്ധരാക്കി അഥവാ വിശുദ്ധീകരിച്ചു. ഓക്കെ, വി ആർ ഡിക്ലെയർഡ് റൈച്ചസ് ആൻഡ് വി ആർ മെയ്ഡ് ഹോളി. നമ്മെ വിശുദ്ധീകരിച്ചു. We are called to be saints.
നാം ആ വിശുദ്ധിയിൽ നിലനിൽക്കുവാനും ആ വിശുദ്ധിയിൽ നമ്മൾ തികഞ്ഞവരായി തീരുവാനും വിളിക്കപ്പെടുകയും ചെയ്തവരാണ്. സ്തോത്രം. ആ 3 കാര്യങ്ങൾ മനസ്സിലായല്ലോ. അങ്ങനെയാണ് ഇവിടെ വിശുദ്ധ സഹോദരന്മാർ എന്ന് വന്നിരിക്കുന്നത്. ദൈവം നമ്മെ വിശുദ്ധീകരിച്ചതുകൊണ്ട് നമ്മൾ വിശുദ്ധന്മാർ ആയിത്തീർന്നു. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നമുക്കൊന്നും കൂടെ വായിക്കാം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനും ആയവന് എന്നേക്കും. സ്തോത്രം. നമ്മളത് നേരത്തെ പഠിച്ചതാണെങ്കിലും ഈ സന്ദർഭത്തിൽ ഒന്ന് വായിച്ചു എന്നേ ഉള്ളൂ. അവിടെ നമ്മൾ കണ്ടു യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശമാണ് 5-ാം വാക്യം മുതൽ ഇങ്ങോട്ട്. അതിൽ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു നമ്മെ സ്നേഹിച്ചവനും പിന്നെ തൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ പോക്കിയവനുമായ. തൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ പോക്കി. സ്തോത്രം. അപ്പം അതാണ് നമ്മെ വിശുദ്ധീകരിക്കുക എന്നതിൻ്റെ അർത്ഥം. നാം വിശുദ്ധർ ആക്കപ്പെട്ടു യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ, യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത മരണത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെ നമ്മൾ വിശുദ്ധരായി തീർന്നു. ഇറ്റ്സ് നോട്ട് ഏൺഡ്. വി ആർ നോട്ട് ബോൺ സെയിൻസ്. നമ്മൾ വിശുദ്ധന്മാരായി ജനിച്ചവരൊന്നുമല്ല. അങ്ങനെ ഒരുത്തനും ജനിച്ചിട്ടില്ല. പാപമില്ലാത്തവനായി ദൈവം ആദമനെ സൃഷ്ടിച്ചു വച്ചു. പക്ഷേ അവൻ പാപത്തിൽ വീണു. ആ ആദമിൻ്റെ വംശത്തിൽ പിറന്നവരാണ് ഈ സകല മനുഷ്യരും, ഇന്ന് ഉലകത്തിലുള്ള സകല മനുഷ്യരും. അവിടെ നിന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് വന്നാൽ നോഹയുടെ 3 മക്കളിൽ പെട്ടവരാണ് ഇന്നത്തെ ലോക ജനസംഖ്യ മുഴുവൻ. ശേം, ഹാം, യാഫേത്ത് എന്നിവരുടെ വംശത്തിൽപ്പെട്ടവരാണ് ഇന്ന് ലോകത്തിലെ മുഴുവൻ ജനസംഖ്യയും. അപ്പോൾ അതിനും പുറകോട്ട് പോയാൽ ആദം, മുമ്പോട്ട് വന്നാൽ നോഹയുടെ മക്കൾ. അപ്പം അങ്ങനെ ആദാമിൻ്റെ വംശത്തിൽ പിറന്നവരായതുകൊണ്ട് നാം എല്ലാവരും പാപം ഉള്ളവരാണ്. നാം എല്ലാവരും പാപികളാണ്. അപ്പോൾ പ്രകൃതിയായും പ്രവൃത്തിയാലും നാം എല്ലാവരും പാപികളാണ്. സകല മനുഷ്യരും പ്രകൃതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും സകല മനുഷ്യരും പാപികളാണ്. പക്ഷേ കർത്താവായ യേശു ക്രൂശിൽ മരിച്ചു, പ്രായശ്ചിത്ത രക്തം ചിന്തി നമുക്ക് വേണ്ടി അറ്റോൺമെന്റ് നടത്തി, പ്രൊപ്പീഷിയേഷൻ നടത്തി. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രൊപ്പീഷിയേറ്ററി ഡെത്ത്, അറ്റോണിങ് സാക്രിഫൈസ് കൊണ്ട് നമുക്ക് ശുദ്ധീകരണമുണ്ടാകുന്നു. സ്തോത്രം. അങ്ങനെ ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്നു. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ നമ്മെ വിശുദ്ധീകരിക്കുന്നു. അങ്ങനെ നമ്മൾ ശുദ്ധരായിത്തീരുന്നു. അങ്ങനെയാണ് നമ്മൾ വിശുദ്ധ സഹോദരന്മാർ ആയിത്തീർന്നത്. സ്തോത്രം. വിശുദ്ധ സഹോദരന്മാരായിത്തീർന്നത്. അപ്പോൾ അതുകൂടാതെ നമ്മളെ വിശുദ്ധന്മാരെന്ന് വിളിക്കുവാൻ കാരണമുണ്ട്.
അടിസ്ഥാന കാരണം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ കഴുകപ്പെട്ടിരിക്കുന്നു, പാപങ്ങളെ പോക്കി എന്നുള്ളതാണ്. ഓക്കെ, the basic reason for us to be called holy is what is done on the cross. What is done on the cross? ക്രൂശിൽ നിവർത്തിക്കപ്പെട്ട ആ മഹൽ ശുശ്രൂഷയാണ്. അതൊരു ശുശ്രൂഷയാണ്. ആ മഹൽ ശുശ്രൂഷയാണ് നമ്മെ വിശുദ്ധരാക്കുന്നതിനുള്ള അടിസ്ഥാനപരമായ ഘടകം. സ്തോത്രം. അടിസ്ഥാനപരമായ ഘടകം. ഇനി അതിനോട് ചേർത്ത് നമുക്ക് പറയാൻ കഴിയുന്ന ആ വിഷയത്തിൻ്റെ ഒരു വിശദമായ പഠനമൊന്നുമല്ല, ഒന്ന് ഓടിച്ചു പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ അല്ലെങ്കിൽ ക്രൂശ് മരണത്താൽ അഥവാ പ്രായശ്ചിത്ത മരണത്താൽ സകല മനുഷ്യർക്കും പാപമോചനമുണ്ട്. എല്ലാവർക്കും വേണ്ടി. ഇറ്റ്സ് ഓപ്പൺ ഫോർ ഓൾ. എല്ലാവർക്കും വേണ്ടിയാ. നമ്മളത് പല വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയും വായിച്ചതാ. സ്തോത്രം. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ. 2 കൊരിന്ത്യർ 5:14-15 നമ്മൾ പറയാവർത്തി കഴിഞ്ഞ ആഴ്ചയും വായിച്ചതാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്താൽ നമ്മൾ ശുദ്ധരായിത്തീരുന്നു. എബ്രായ ലേഖനം 10:10 നിന്നും നമ്മൾ ഇന്നലെ വായിച്ചിരുന്നു. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ശരീരയാഗത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്ന കാര്യം. അതുകൂടാതെ നമ്മൾ വിശുദ്ധരെന്ന് വിളിക്കപ്പെടുവാനുള്ള കാരണം. സ്തോത്രം. വിശുദ്ധന്മാരെന്ന് വിളിക്കപ്പെടുവാനുള്ള കാരണം എല്ലാമില്ല, ഓടിച്ച് ഒന്ന് പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. ഒന്നാമത്തേത്, അതിവിശുദ്ധ വിശ്വാസം കൈപ്പറ്റിയ ജനതയാണ് നാം. നമ്മൾ വിശുദ്ധന്മാരാകുന്നതിനുള്ള മറ്റ് കാര്യങ്ങൾ കൂടെയാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. യൂദായുടെ ലേഖനം 3-ാം വാക്യവും 20-ാം വാക്യവും കൂടെ ചേർത്ത് വെച്ചാണ് നമ്മൾ ഈ പറഞ്ഞത്. സ്തോത്രം. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം. 20-ാം വാക്യം, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. മതി. നമ്മൾ വിശുദ്ധർ എന്ന് വിളിക്കപ്പെടുവാനുള്ള ഉപകാരണങ്ങളിൽ ചിലതാണ് പറയുന്നത്. നാം പ്രാപിച്ചിരിക്കുന്ന വിശ്വാസം, അതിൻ്റെ പേര് അതിവിശുദ്ധ വിശ്വാസം എന്നാണ്. അതിവിശുദ്ധ വിശ്വാസം. മറ്റൊന്നതിൻ്റെ അതിനകത്തുണ്ട്, ഇത് ആർക്ക് നൽകപ്പെട്ട വിശ്വാസമാണ്? വിശുദ്ധന്മാർക്ക്. വിശുദ്ധന്മാർക്ക് നൽകപ്പെട്ട വിശ്വാസം. അപ്പോൾ നമ്മുടെ വിശ്വാസം നമ്മെ വിശുദ്ധന്മാരാക്കുന്നു എന്ന് പറയുക. അതിന് ഒന്നാമത്തെ തെളിവെന്നോ ഒന്നാമത്തെ വസ്തുതയെന്നോ ഒക്കെ പറയാം. എന്താണ്? വിശ്വാസ നിമിത്തം. അതെങ്ങനെ? നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിശ്വാസം അതിവിശുദ്ധ വിശ്വാസമാണ്. സ്തോത്രം. 2, ഇത് നൽകപ്പെട്ടിരിക്കുന്നത് വിശുദ്ധന്മാർക്കാണ്. വിശുദ്ധന്മാർക്കാണ്. സ്തോത്രം. ഇനി ഇതാരാ നൽകുന്നത്?
തെറ്റിയാലും സാരമില്ല, ഒന്ന് കൂടെ വന്നാൽ മതി. Lord Jesus, Lord, The Lord through himself, mercy of God. പരിശുദ്ധനായ ദൈവം തന്നെയാണ് ഈ വിശ്വാസം നമുക്ക് നൽകുന്നത്. അപ്പോൾ ആ വിശ്വാസം എന്നതിൽ തന്നെ 3 ഘടകങ്ങൾ കണ്ടോ. പരിശുദ്ധനായ ദൈവം വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കുന്ന അതിവിശുദ്ധ വിശ്വാസമാണ് നാം ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നതുകൊണ്ട് ഈ വിശ്വാസമുള്ളവരെ എന്ത് വിളിക്കുന്നു? സ്തോത്രം. Saints. സെയിൻസ്, വിശുദ്ധന്മാർ എന്ന് വിളിക്കുന്നു. വിശുദ്ധന്മാർ എന്ന് വിളിക്കുന്നു. അത് 3 കൂടെ നാം ഒരുമിച്ച് അങ്ങ് വെച്ചു. പരിശുദ്ധനായ ദൈവം വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസം നിമിത്തം നമ്മൾ ഇന്ന് വിശുദ്ധന്മാരാണ്. സ്തോത്രം. വിശുദ്ധന്മാരാണ്. രണ്ടാമത്തെ ഒരു ഘടകം, സ്തോത്രം, നമ്മൾ കഴിഞ്ഞ ആഴ്ചയും വായിച്ചതാണ്. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ. ഉം. അവിടെയും ഇവിടെയും ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണെന്ന ദൈവം നമ്മെ എന്ത് ചെയ്തു? വിശുദ്ധീകരിച്ചു എന്ന ആ ഒരു കർമ്മവും നമ്മെ വിശുദ്ധന്മാരുടെ പട്ടികയിലേക്ക് കൊണ്ടുവരുന്നു. അടുത്തത് അവിടെ തന്നെ കാണുന്നു, വിശുദ്ധന്മാർ ആയവർക്ക്. അവിടെ മലയാളത്തിൽ വിശുദ്ധന്മാരാകേണ്ടതിന്, ആമേൻ, വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് വന്ന കാണുന്ന മലയാളത്തിൽ. എന്നാൽ മറ്റു ഭാഷകളിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടായിരുന്നു, അവിടെ എഴുതിയിരിക്കുന്നത് വിശുദ്ധന്മാരാകുവാൻ വിളിക്കപ്പെട്ടവരെന്ന. കോൾഡ് ടു ബി സെയിൻസ്, കോൾഡ് ടു ബി സെയിൻസ്. സ്തോത്രം. ആദ്യം നമ്മെ വിളിച്ചു കൊണ്ടുവന്ന് ക്രിസ്തുവിലേക്ക് ഇറക്കി നിർത്തി ശുദ്ധീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനിയും പൊക്കോ, മേലിൽ പാപം ചെയ്യരുത്. വിശുദ്ധീകരിച്ചു. എന്നിട്ടോ വിട്ടത് ഇനിമേൽ പാപം ചെയ്യരുതെന്നും പറഞ്ഞ അത് മുമ്പോട്ടുള്ള നടപ്പിൽ, ജീവിതത്തിൽ വിശുദ്ധന്മാരാകുവാൻ വിളിക്കപ്പെട്ടവരാണ്. കോൾഡ് ടു ബി സെയിൻസ്, കോൾഡ് ടു ബി സെയിൻസ്, വിശുദ്ധന്മാരാകുവാൻ വിളിക്കപ്പെട്ടവർ. അപ്പൊ നമ്മുടെ വിളി കൊണ്ട് നമ്മൾ വിശുദ്ധരാകണം. വിളി കൊണ്ട് വിശുദ്ധരാകണം. വിളിച്ച് വിശുദ്ധീകരിച്ചു, വിശുദ്ധന്മാരാകുവാൻ നമ്മെ വിളിച്ചു. രണ്ടുമുണ്ട്. മറ്റൊന്ന്, സ്തോത്രം, ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞതിനോട് ചേർത്ത് തന്നെ വെക്കാവുന്ന കാര്യമാണ് 1 പത്രോസ് 1-ന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. 1 Peter 1:14-16. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. അവിടെ നമ്മളിപ്പോൾ ചിന്തിച്ചതിനോട് ചേർത്ത് വയ്ക്കാവുന്ന കാര്യമാണ്. കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. അവിടെ കർത്താവ് നൽകുന്ന കൽപ്പന കണ്ടോ, ഞാൻ വിശുദ്ധൻ ആയിരിക്കയാൽ നിങ്ങളും വിശുദ്ധന്മാരാകുവീൻ. സ്തോത്രം. അപ്പോൾ നാം വിളിക്കപ്പെട്ടതും വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. സ്തോത്രം.
വിളിക്കപ്പെട്ടതും വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മെ വിശുദ്ധന്മാരാക്കുന്ന, അല്ലെങ്കിൽ നാം വിശുദ്ധന്മാരെന്ന് സംബോധന ചെയ്യപ്പെടുവാനുള്ള അതിന് സഹായകമായ ചില കാര്യങ്ങൾ കൂടെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. സ്തോത്രം. വേറെയും അതിന് കാരണങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു മനസ്സിലാക്കലിന് വേണ്ടി ഇത്രയും മതിയാകും എന്ന് ഞാൻ കരുതുന്നു. നാം വിശുദ്ധന്മാർ. എന്തെങ്കിലും ചോദ്യങ്ങൾ ഇതുവരെ ഉള്ളതിലുണ്ടോ? ഒന്നുമില്ല. സ്തോത്രം. അപ്പോൾ പരിശുദ്ധനായ ദൈവം തൻ്റെ പരിശുദ്ധമായ ഉപയോഗത്തിനും ഉദ്ദേശത്തിനും വേണ്ടി വിളിച്ച് വേർതിരിച്ച് ക്രിസ്തുവിൽ ഇറക്കി നിർത്തി, സ്തോത്രം, വിശുദ്ധീകരിച്ച് അതിവിശുദ്ധ വിശ്വാസവും നമ്മെ ഫലമേൽപ്പിച്ച് വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുവാനുള്ള ആയുധവും നമുക്ക് തന്ന് നമ്മെ നടത്തുന്ന വഴികളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. നാം വിശുദ്ധന്മാരാണ്. നമ്മൾ പാപം ചെയ്യാത്തതുകൊണ്ടോ നമ്മിൽ പാപമില്ലാത്തതുകൊണ്ടോ അല്ല നമ്മൾ വിശുദ്ധന്മാരാകുന്നത്. പകരം യേശുക്രിസ്തുവിൽ നമ്മെ വിശുദ്ധീകരിച്ചതുകൊണ്ടാണ്. അപ്പോൾ വിശുദ്ധ സഹോദരന്മാരുടെ കാര്യവും നമ്മൾ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടു. 3-ാമതായി നമ്മെപ്പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ. വിശുദ്ധന്മാർ എന്ന നിലയിൽ തന്നെ ഈ കാര്യം വ്യക്തമാണ്. നാം വിളിക്കപ്പെട്ടവരാണ്. സ്തോത്രം. കാരണം നമ്മൾ കണ്ടിരുന്നു വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധം എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈ വിളിക്കപ്പെടുക എന്നുള്ളത് നേരത്തെ തന്നെ പൊന്തി വന്ന ആശയമാണ്. ഇവിടെ അത് പ്രത്യേകാൽ എടുത്തെഴുതിയിരിക്കുന്നുവെന്നേ ഉള്ളൂ. എങ്കിലും നമുക്കത് ഒന്ന് മനസ്സിലാക്കി കൊണ്ടുപോകാം. എങ്കിലും സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായ സഹോദരന്മാർ. സ്വർഗീയ വിളി. സ്തോത്രം. എന്താ അതിൻ്റെ അർത്ഥം? സ്വർഗീയ വിളി എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്വർഗീയമല്ലാത്ത വിളികളുണ്ടോ? സ്തോത്രം. സ്വർഗീയ വിളി. വിളി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു വ്യക്തിയെ ഒരു പ്രത്യേകമായ ഉദ്ദേശത്തിന് വേണ്ടി മാറ്റി നിർത്തുന്ന പ്രക്രിയയുടെ പേരാണ് വിളി. സ്തോത്രം. കോൾ ഓർ കോളിംഗ്. Call or calling is that act of addressing a person to set him apart for a particular responsibility.
to set him apart for that peculiar function or that peculiar ministry or purpose. ഒരു വ്യക്തിയെ താനായിരിക്കുന്ന ഇടത്ത് നിന്ന് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മാറ്റി നിർത്തുന്ന ആ നിയോഗം കൊടുക്കുന്ന പ്രക്രിയയുടെ പേരാണ് വിളി. മനസ്സിലായോ? ആവർത്തിക്കണോ? വേണ്ട. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. സ്വർഗീയമായ വിളി. നമ്മൾ വിളിയെക്കുറിച്ച് മാത്രമാണ് നോക്കിയത്. ഒരു വ്യക്തി മറ്റൊരാളിനെ ഒരു പ്രത്യേക ഉദ്ദേശ നിവർത്തിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന പ്രക്രിയ. സ്തോത്രം. അങ്ങനെ ദൈവം നമ്മെ വിളിച്ചു. ഇവിടെ വിളിച്ചത് ദൈവമാണ്. സ്തോത്രം. ദൈവമാണ്. അപ്പൊ ദൈവം ദൈവികമായ ഒരു ഉദ്ദേശത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടി ഒരാളിനെ തിരഞ്ഞെടുത്ത് ആ തിരഞ്ഞെടുപ്പിൻ്റെ ബോധ്യം ആ വ്യക്തിക്കും കൂടെ കൊടുക്കുന്ന പ്രക്രിയയ്ക്കാണ് തിരഞ്ഞെടുപ്പ്, വിളി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സ്തോത്രം. അങ്ങനെ ദൈവം നമ്മെ വിളിച്ചു. നമുക്കറിയാമല്ലോ ദൈവം നമ്മെ വിളിച്ചു എന്ന്. ദൈവം നമ്മെ വിളിച്ചു. ദൈവത്തിൻ്റെ വിളിക്ക് പ്രധാനമായും രണ്ട് മുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട വിളികളാണ് വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നത്. Two important or major callings. First one, a general calling for repentance and salvation. A general calling for repentance and salvation. മാനസാന്തരത്തിനും രക്ഷയ്ക്കും വേണ്ടി മനുഷ്യരെ, മാനവകുലത്തെ മുഴുവനും പൊതുവെ വിളിക്കുന്ന വിളിപ്പേരാണ് വിളിക്കപ്പെട്ടവർ അല്ലെങ്കിൽ വിളി. മനസ്സിലായോ? സാമാന്യ ജനത്തെ, ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നും വ്യത്യാസമില്ലാതെ മനുഷ്യകുലത്തെ മുഴുവനും പാപത്തിൽ നിന്നും അതിൻ്റെ ശിക്ഷാവിധിയിൽ നിന്നും രക്ഷപ്പെടേണ്ടതിനായി അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുക, അതിനായി ദൈവം തങ്കലേക്ക് മാനസാന്തരത്തിനും രക്ഷയ്ക്കും വേണ്ടി വിളിക്കുന്ന വിളിയാണ് ഒന്നാമത്തെ. ഫസ്റ്റ് വിളി, calling, is a call for repentance, a call for receiving salvation. സ്തോത്രം. ഇത്രയും എന്തെങ്കിലും മനസ്സിലാകാനുണ്ടോ?
ഇല്ല. പൊതുവായ വിളി, ജനറൽ കോളിംഗ് ഫോർ repentance and salvation. A call to turn back to God. ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിന് വേണ്ടി പറയുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന വിളിയാണത്. സ്തോത്രം. രണ്ടാമത്തെ വിളിയുടെ രണ്ട് പ്രധാനപ്പെട്ട വിളികളാണെന്നാണല്ലോ പറഞ്ഞത്. അതിൽ ഒന്നാമത്തേതാണ് പൊതുവായ വിളി, രക്ഷയ്ക്കായിട്ടുള്ളതാണ്, മാനസാന്തരത്തിനായിട്ടുള്ളതാണ്. രണ്ടാമത്തേത് സ്പെസിഫിക് കോൾ അല്ലെങ്കിൽ കോളിംഗ്. സ്പെസിഫിക്, വ്യക്തമായ ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി, വ്യക്തമായ ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി അതിനുവേണ്ടിയുള്ള വിളിയാണ് രണ്ടാമത്തേത്. Second one is a call for fulfilling special tasks, mission, responsibility. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഒരു വ്യക്തിയെയോ ഒരു സമൂഹത്തെയോ പ്രത്യേകമായ ഉദ്ദേശത്തോടുകൂടെ, വിശിഷ്ടമായ ലക്ഷ്യത്തോടുകൂടെ, ഉത്കൃഷ്ടമായ എന്തോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി, സ്തോത്രം, അതിനുവേണ്ടി വിളിക്കുന്ന വിളിയ. നമുക്കത് ഇന്നലെയോ മിനിയാന്നോ നമ്മൾ പറഞ്ഞ ഒരു വാക്യത്തിൽ നിന്ന് മനസ്സിലാകുമല്ലോ. മത്തായി 11:28 വാക്യം. മാത്യു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കണ്ടോ, എല്ലാവരെയും വിളിക്കുന്ന വിളിയ. എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. ഇതാണ് ഒന്നാമത്തെ വിളി. രക്ഷയ്ക്കായിട്ട്, മാനസാന്തരത്തിനായിട്ട്, ദൈവത്തിങ്കലേക്കാണ് വിളി. സ്തോത്രം. എങ്കലേക്ക് വരിക. എന്നാൽ മത്തായി 4-ാം അധ്യായത്തിന്റെ 18 മുതൽക്കുള്ള വാക്യങ്ങളിലോ 4:18 ഫോളോയിങ്, അവൻ ഗലീല കടൽപ്പുറത്തു നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശിമോൻ, അവന്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടുത്തക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എന്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. കണ്ടോ, കോളിംഗ് വിത്ത് എ സ്പെസിഫിക് പർപ്പസ്. എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. സ്തോത്രം. ഇങ്ങനെ 2 പ്രധാനപ്പെട്ട വിളികളുണ്ട്. ഒന്ന് രക്ഷയ്ക്ക്, മറ്റൊന്ന് പ്രത്യേകമായ ശുശ്രൂഷയ്ക്ക്. ഇവിടെ എബ്രായ ലേഖനം 3:1 എബ്രായ ലേഖനം 3:1 നമ്മൾ കാണുന്ന ഈ വിളി ഇതിലേതാ? ജനറൽ കോളിംഗ് ആണോ അതോ സ്പെസിഫിക് കോളിംഗ് ആണോ? Specific. ഒന്നും കൂടെ ഒന്ന് നോക്കിക്കേ. സ്പെസിഫിക് കോളിംഗ് എല്ലാവർക്കും ഉണ്ടോ? ഇല്ല, ഇല്ല. രക്ഷയ്ക്കായിട്ടുള്ള പൊതുവായ വിളി എല്ലാവർക്കുമുണ്ട്, സകല മനുഷ്യർക്കും. പക്ഷേ
സ്പെസിഫിക് കോളിംഗ്, വിശേഷാൽ ദൗത്യങ്ങൾക്ക് വേണ്ടിയുള്ള ആ വേർതിരിവ് എല്ലാവർക്കും ഇല്ല. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ 13 ആദ്യത്തെ വാക്യം കൂടെ വായിച്ചോളൂ. ആക്ട്സ് 13:1 ഫോളോയിങ്. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നിവരുള്ള ശിമോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹെരോദോടുകൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ ആ, കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ്. ഞാൻ അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ വേർതിരിപ്പിൽ. ആ സഭയിൽ മൊത്തം ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ എല്ലാവരെയും വിളിച്ചില്ല. ചില വ്യക്തികളെ മാത്രം. അവർക്ക് വിശേഷമായ ദൗത്യവും കൂടെ കൊടുത്തിട്ട് അവരെ വിളിച്ചത്. അപ്പം ഈ അത് തന്നെയല്ലയോ സഭയിൽ ചിലരെ അപ്പോസ്തലന്മാരായിട്ട്, ഇടയന്മാരായിട്ട്, പ്രവാചകന്മാരുമായിട്ട് വിളിച്ചിരിക്കുന്നതിന്റെ ഒരർത്ഥവും അത് തന്നെയല്ലയോ? അത് തന്നെ പൗലോസ് 1 കൊരിന്ത്യർ 12-14 പറയുന്നുണ്ട്, ശരീരം മുഴുവനും കണ്ണായാൽ എങ്ങനെ ഇരിക്കുമെന്ന്. കണ്ണ് നല്ലതാ, നമുക്ക് വേണം. പക്ഷെ ശരീരം മുഴുവനും കണ്ണായാലോ? ഈ കയ്യേലൊക്കെ നഖത്തിന് പകരം കണ്ണായിരുന്നെങ്കിൽ എന്റെ തമ്പുരാനെ, ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ചിലർ പറയാറുണ്ട്, ഈ കോളിങ്ങിനെ കുറിച്ച് പറയുമ്പോഴും ഈ വിളിയെക്കുറിച്ച് പറയുമ്പോഴും 5-fold കോളിംഗ് എന്ന് പറയാറുണ്ട് ചിലർ. 5-fold കോളിംഗ്, പഞ്ചമുഖിയായ വിളി എന്ന് ചിലരതിനെ വിളിക്കാറുണ്ട്. അപ്പം സഭയിൽ ഓരോരുത്തർക്ക് വ്യത്യസ്തമായ ദൗത്യമാണ്. ശരീരത്തിലെ അവയവങ്ങൾ എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ദൗത്യങ്ങളുണ്ട്. ആ അർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും പ്രത്യേകമായ വിളിയാണുള്ളത്. സ്തോത്രം. കൂടെ വരുന്നുണ്ടല്ലോ. ആസ് മെമ്പേഴ്സ് ഓഫ് ദ ബോഡി we all have one or other function to carry out. നമുക്കെല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു ദൗത്യം നിർവഹിക്കാനായിട്ടുണ്ട്. ശരീരത്തെ എല്ലാ അവയവങ്ങൾക്കും ഉണ്ടല്ലോ ഓരോരോ ജോലി. ആ നിലയിൽ നമുക്കെല്ലാവർക്കും സ്പെസിഫിക് ഫങ്ഷൻസ് ഉണ്ട്, മിഷൻസ് ഉണ്ട്. ബട്ട് ദാറ്റ് ഓൾസോ കംസ് അണ്ടർ ജനറൽ ഫങ്ഷൻ. ആ പൊതുവായ ഉത്തരവാദിത്വം അഥവാ ശുശ്രൂഷ എന്നതും നമുക്ക് പൊതുവായ ആ വിളിയിൽ തന്നെ ഉൾപ്പെടുത്താം. സ്തോത്രം. സഭയിലെ എല്ലാ അംഗങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ. ഒരു ദൗത്യവും ഇല്ലാത്ത ഒരാളും ഒരു സഭയിലും ഇല്ല എന്ന് ചുരുക്കം. എന്തെങ്കിലുമൊക്കെ. പിന്നെ ഏൽപ്പിക്കപ്പെട്ട ഓരോ ദൗത്യത്തിനും നിവർത്തിക്കാൻ ഓരോ സമയവും കൂടെ ഉണ്ട് കേട്ടോ. ഓരോ സമയവും കൂടെ ഉണ്ട്. MBBS അഡ്മിഷൻ കിട്ടി, ക്ലാസ്സും തുടങ്ങി, ഫീസും എല്ലാം കൊടുത്തു എന്നും പറഞ്ഞ്
ഞാൻ ഡോക്ടറാണെന്നും പറഞ്ഞൊരുത്തനെ കീറി മുറിക്കുന്നത് പോകട്ടെ, ഒരു ഇഞ്ചക്ഷൻ ചെയ്യാനോ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാനോ പോലും അനുവാദമില്ല. പട്ടാളത്തിൽ ആളിനെ എടുത്തു, റിക്രൂട്ട് ചെയ്തു. ഞാൻ പട്ടാളക്കാരനാണെന്നും പറഞ്ഞ് തൂക്കം എടുത്ത് നടക്കാൻ ഇല്ല. സമയമുണ്ടതിന്, സമയമുണ്ട്. സ്തോത്രം. ഇതുപോലെ ദൈവം നമ്മെ പ്രത്യേകമായ ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്താലും വിളിച്ചാലും അതിനുള്ള സമയമുണ്ട്. ഇപ്പൊ നമ്മൾ വായിച്ചതുപോലെ ശൗലിനെ പണ്ടേ തിരഞ്ഞെടുത്തതാ, വിളിച്ചതാ. പക്ഷേ ആ വേലയ്ക്ക് വേണ്ടി ഇറക്കാനുള്ള സമയം ഇപ്പോൾ ആവുന്നതേ ഉള്ളൂ. അന്നേരം അദ്ദേഹം അതിനുവേണ്ടി പൂർണ്ണമായിട്ട് ഇറങ്ങി. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ? 2 പ്രധാനപ്പെട്ട വിളികൾ. അതിൽ ഒന്ന് പൊതുവായിട്ടുള്ളതാണ്, ലോകത്തുള്ള സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. മാനസാന്തരപ്പെടാനും രക്ഷിക്കപ്പെടാനുമായിട്ടുള്ള വിളിയാണ്. നമ്മളത് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിനകത്ത് നമുക്ക് പരിചയം കാണുമല്ലോ. ആക്ട്സ് 17:30. അറിയായ്മയുടെ അറിയില്ലേ? എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. സ്തോത്രം. കണ്ടോ? എല്ലായിടത്തും എല്ലാവരോടും. 50-ാം സങ്കീർത്തനത്തിന്റെ ആദ്യവാക്യം, സാംസ് 51. കിട്ടിയില്ലേ? The mighty one, God, the Lord, speaks and summons the earth from the rising of the sun to the place where it sets. The mighty God summons the earth. സൂര്യന്റെ ഉദയം മുതൽ അസ്തമാനം വരെ ദൈവം, യഹോവയായ ദൈവം എന്ത് ചെയ്യുന്നു? ഭൂമിയെ വിളിക്കുന്നു. ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ സകല നിവാസികളെയും എന്നർത്ഥം. ഇപ്പൊ മുഴുവൻ ലോകത്തെയും വിളിക്കുന്ന വിളിയാണ് ഒന്നാമത്തേത്. അത് രക്ഷയ്ക്കാണ്, മാനസാന്തരത്തിനാണ്, ദൈവത്തിങ്കിലേക്ക് വരാനാണ്. സ്തോത്രം. ഈ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്നുള്ള വാക്യം നമ്മളിപ്പോൾ വായിച്ചല്ലോ. നമുക്ക് മനഃപ്പാഠമായ വാക്യവുമാണത്. അതിന്റെ അർത്ഥം എന്താ? ന്യായപ്രമാണം നിവർത്തിക്കുവാൻ കഴിയാത്ത ആ ഒരവസ്ഥ. നമ്മളാ വാക്യം എടുത്ത് വ്യാഖ്യാനിക്കുന്നത് രോഗത്തിൻ്റെയും കഷ്ടത്തിൻ്റെയും പട്ടിണിയുടെയും ജോലിയില്ലായ്മയുടെയും ഒക്കെ ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ യേശുവിൻ്റെ അടുക്കലേക്ക് വാ, അവൻ നിങ്ങൾക്ക് ആശ്വാസം തരും. ആ ഭാരമല്ല അവിടെ, ആ അധ്വാനമല്ല അവിടെ. കഴിഞ്ഞ 1500 വർഷമായി ന്യായപ്രമാണം നിവർത്തിക്കാൻ കയ്യും കാലുമിട്ട് തുഴയുന്ന യഹൂദജാതിയോട് യേശു വിളിച്ചു പറയുകയാണ്, നിങ്ങൾക്ക് നിവർത്തിപ്പാൻ കഴിയാത്ത അതിഭയങ്കര ഭാരമായ ന്യായപ്രമാണം, അതിലൂടെ രക്ഷ പ്രാപിപ്പാനുള്ള ശ്രമങ്ങളെ ഉപേക്ഷിച്ച് യേശുവിൻ്റെ അടുക്കലേക്ക് വരിക. സ്തോത്രം. അതും രക്ഷയ്ക്കായിട്ടുള്ള വിളിയാ. അതൊന്നാം ഭാഗം. 2-ാം ഭാഗം നമ്മൾ കണ്ടത് സ്പെസിഫിക് കോൾ.
സ്പെസിഫിക് കോൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ദൗത്യത്തിന് വേണ്ടി. നമ്മളത് പത്രോസിൻ്റെയും അന്ത്രയാസിൻ്റെയും കണ്ടു. നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. സ്തോത്രം. മീൻപിടുത്തം വിട്ടിട്ട് മനുഷ്യരെ പിടുത്തം തുടങ്ങാൻ ആ ദൗത്യത്തിന് വേണ്ടി അവരെ വേർതിരിച്ചു. ദൈവസഭയിലെ 5 വിധ ശുശ്രൂഷകളെ കുറിച്ച് നമ്മൾ കണ്ടു. എഫേസ്യർ 4:11 വാക്യത്തിൽ കാണുന്നത് പോലെ. അതുപോലെ 1 കൊരിന്ത്യർ 14 അധ്യായത്തിലും അക്കാര്യത്തെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. സ്തോത്രം. ദൈവസഭയിലെ ഓരോ വിശ്വാസിയും യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ദൗത്യം നിർവഹിക്കാനുണ്ട്. അത് നമ്മൾ ചെയ്തോണം. എന്നാൽ ഈ സ്പെസിഫിക് കോളിംഗ് എന്ന് പറയുന്നത് അതല്ല. ഇപ്പോൾ പൗലോസിനെ, ബർന്നബാസിനെ വേർതിരിച്ചതുപോലെ ദൈവം പ്രത്യേകാൽ വേർതിരിക്കുന്ന ഒരു ശുശ്രൂഷയുടെ പേരാണ് ഈ വ്യക്തമായിട്ടുള്ള ദൗത്യ നിർവഹണത്തിന് വേണ്ടി ദൈവം വിളിക്കുന്ന സ്പെസിഫിക് കോളിംഗ്. On what basis does God do the specific calling? ഈ സ്പെസിഫിക് കോളിംഗ്, പ്രത്യേകമായ ദൗത്യത്തിന് വേണ്ടിയുള്ള വിളി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഒരു ചോദ്യം. ഉത്തരം റോമാലേഖനം 9 അധ്യായം 10-11 വാക്യങ്ങൾ. Not only that, but Rebekah's children had one and the same father, our father Isaac. Yet before the twins were born, or had done anything good or bad, in order that God's purpose in election might stand. എന്താ മനസ്സിലായി? കുട്ടികൾ ജനിക്കയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന്. അപ്പോൾ എന്ത് ബേസിസിലാണ് ഈ സ്പെസിഫിക് കോളിംഗ്, പ്രത്യേകമായുള്ള വിളി എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വരുമ്പോൾ? വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം. The sovereign will of God. That's all. Sovereignty of God. That is His choice, His election, His will. ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ മാത്രം അധിഷ്ഠിതമായിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ മാത്രം അധിഷ്ഠിതമായിരിക്കുന്നു. സ്തോത്രം. It depends not on the works or what men can do, but on Him who calls. സ്തോത്രം. അപ്പോൾ നമ്മുടെ മറ്റ് യാതൊരു സംഗതികളും അല്ല ഈ സ്പെസിഫിക് കോളിങ്ങിൻ്റെ അടിസ്ഥാനം. പിന്നെ കർത്താവ് ഓരോരുത്തരെ ഓരോന്നിനും വേണ്ടി വിളിച്ചാൽ അതിനു വേണ്ട
കൃപയോ കഴിവോ ഒക്കെ കൊടുത്ത് അവരിലൂടെ ആ ദൗത്യം നിർവഹിക്കും എന്ന് മാത്രം. ഇഫ് ഗാഡ് കോൾസ് എ പേഴ്സൺ ഫോർ എനി പർപ്പസ്, God will enable that person, strengthen him or her, anoint him or her to carry out that function. ആ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് ദൈവം ആ വ്യക്തിക്ക് കൃപ കൊടുക്കും, ശക്തി നൽകും, ആത്മാവിനാൽ സഹായിക്കും എന്നൊക്കെയുള്ളൂ. നമ്മുടെ കഴിവോ കഴിവുകേടോ അതിനൊരു അടിസ്ഥാനം അല്ല. സോവറിൻ വിൽ. നിർണയപ്രകാരം അവരെങ്ങനെ ആയിരിക്കും ദൈവത്തിനറിയാം. ദൈവത്തിനറിയാം. അതുമാത്രമല്ല, അവർക്ക് അതിനുള്ള കഴിവോ കൃപയോ ദൈവം നൽകുകയും ചെയ്യുന്നു. 9-ാം അധ്യായത്തിന്റെ തന്നെ 19-ാമത്തെ വാക്യം. One of you will say to me, then why does God still blame us? For who resists his will? Right. 18 കൂടെ. How are you? Therefore, God has mercy on whom he wants to have mercy, and he hardens whom he wants to harden. സ്തോത്രം. മോശയോട് പുറപ്പാട് പുസ്തകം 33-34 അധ്യായങ്ങളിൽ പറയുന്ന കാര്യമാണ് പൗലോസ് ഇവിടെ എടുത്തുദ്ധരിക്കുന്നത്. 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആകയാൽ നാം എന്തു പറയണ്ടു? ദൈവത്തിൻ്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളുമില്ല. കാരണം അടുത്ത വാക്യത്തിൽ പറയുന്നു, മോശയോട് പറഞ്ഞതാ, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുന്നു, എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുന്നു. അത് പറഞ്ഞിട്ടാണ് 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, ആരെങ്കിലും ഒരാളിപ്പോൾ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റുള്ളവരെ എന്തിനാ കുറ്റം പറയുന്നത്? ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത്? ദൈവം എങ്ങനെ കുറ്റം ആരോപിക്കും? അപ്പോഴാണ് പറയുന്നത്, ആർ അവൻ്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുന്നു എന്ന് നീ എന്നോട് ചോദിക്കും. സ്തോത്രം. അത് ദൈവത്തിൻ്റെ പരമാധി. താഴോട്ടുള്ള വാക്യങ്ങളിൽ പറയുന്നത് എത്രയേ ഉള്ളൂ? ഗാഡ്സ് സോവറിനിറ്റി. ദൈവത്തിന് തീർച്ചയായിട്ടും അറിയാം, മുന്നറിവിൻ പ്രകാരം ദൈവത്തിന് അറിയാം ഓരോരുത്തരും എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഏശാവിൻ്റെയും യാക്കോബിൻ്റെയും വിഷയത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുമുണ്ട് കാര്യം. സ്തോത്രം. അതോടൊപ്പം തന്നെ അങ്ങനെ ദൈവം തിരഞ്ഞെടുക്കുന്നവരെ ദൈവം ആ ദൗത്യത്തിന് വേണ്ടി തയ്യാറാക്കുക കൂടെ ചെയ്യും. സ്തോത്രം. പട്ടാളത്തിൽ പോകുന്നവരൊക്കെ വെടിവെക്കാൻ അറിയാവുന്നവരാണോ? അല്ല. പട്ടാളത്തിൽ പോകുന്ന ചിലര് ഡ്രൈവർമാരായിട്ടങ്ങ് മാറും. ഡ്രൈവിംഗ് പഠിച്ചിട്ടല്ല അവർ പോന്നേ. പട്ടാളത്തിൽ ചേരുന്ന ചിലര് കുക്കുകളായിട്ട് ആഹാരം ഉണ്ടാക്കുന്ന കുശിനിക്കാരായിട്ടങ്ങ് പോകും. ഇവരെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിട്ടൊന്നുമല്ല പട്ടാളത്തിൽ ചേരുന്നത്. ചിലർ ബാർബർമാരായിട്ടാണ് പോന്നേ. അവർ ജാതി കൊണ്ടോ ഒന്നും ബാർബേഴ്സ് അല്ല. അവർ പോയി എന്തെങ്കിലും ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഒന്നും പഠിച്ചതല്ല. ചുമ്മാ 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ കഴിഞ്ഞ് ചുമ്മാ നിന്നപ്പം റിക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നു, കയറിപ്പോയി, ഫിറ്റായി അങ്ങ് എടുത്തു. അത്രേ ഉള്ളൂ. 5-6 മാസത്തെ പൊതുവായ ട്രെയിനിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഓരോ ട്രേഡിനും ട്രെയിനിങ് ഉണ്ട്. അന്നേരം മുടിവെട്ടം കൊണ്ടാണ് മുടിവെട്ടം പഠിപ്പിക്കും, ആഹാരം വെക്കേണ്ടവനെ ആഹാരം വെക്കാൻ പഠിപ്പിക്കും, വണ്ടി ഓടിക്കേണ്ടവനെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കും.
അങ്ങനെ സംഭവം പോവും. ഇതുപോലെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ, ദൈവം വിളിക്കുമ്പോൾ ആരും ആ വിളിക്ക് യോഗ്യന്മാർ അല്ല. പക്ഷെ കർത്താവ് വിളിച്ച് അവരെ, സ്തോത്രം, ആ ദൗത്യത്തിന് വേണ്ടി വേർതിരിക്കുകയായിരിക്കും. Can we ask God for this specific purpose? It's God's sovereign will. We have nothing to do with. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് ഓരോരുത്തർക്ക് ആ ദൗത്യം ഏൽപ്പിക്കുന്നതെങ്കിൽ പിന്നെ നമുക്കവിടെ എന്താ പരിപാടി? ഒന്നുമില്ല. നമ്മളെ വിളിച്ചെങ്കിൽ അത് ചെയ്തോളുക, അത്രേ ഉള്ളൂ. എന്നെ അതിനു വേണ്ടി വിളിക്കണേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അല്ല, അങ്ങനെയും പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതാ ഞാൻ പറയാൻ വരുന്നത്. വേദപുസ്തകത്തിൽ അതിന് അടിസ്ഥാനം ഇല്ല. എന്നാൽ അല്ല അതല്ലേ ഈ പറഞ്ഞു അല്ല ഈ ഈ ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റ് വരുമല്ലോ, എന്താ പ്രൊഫസി പഠിപ്പിക്കുന്നു, അങ്ങനെയുള്ള സ്കൂളുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. അത് തെറ്റാണ്. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, ശ്രേഷ്ഠ കൃപാവരങ്ങളെ വാഞ്ചിപ്പീനെന്ന്. അത് നമുക്ക് ചെയ്യാം. ആ കൃപാവരങ്ങൾ പക്ഷേ ഈ സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയല്ല, ആ മിഷന് വേണ്ടിയല്ല. അത് ദൈവസഭയിൽ മുഴുവൻ പേരും, പൗലോസ് പറയുന്നു, നിങ്ങളെല്ലാവരും പ്രവചിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ കൃപാവരങ്ങൾ നമുക്കെല്ലാവർക്കും വേണം. യേശു കർത്താവും മർക്കോസ് 16-ാം അധ്യായത്തിൽ പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എല്ലാവരെ കൊണ്ടും, വിശ്വസിക്കുന്ന എല്ലാവരെ കൊണ്ടും. ഏതെങ്കിലും പ്രത്യേക ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലത്. അപ്പോൾ അത് നമുക്കാകാം. കർത്താവേ, പരിശുദ്ധാത്മാവെന്ന ദാനം അങ്ങയുടെ മക്കൾക്ക് എല്ലാവർക്കും ഉള്ളതാണെന്ന് അപ്പോസ്തലപ്രവൃത്തികൾ 2:38-39 വാക്യങ്ങൾ പറയുന്നുണ്ട്. സ്തോത്രം. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ നിങ്ങളുടെ മക്കൾക്കും മക്കൾക്കും ദൂരസ്ഥന്മാരായ നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളത് തന്നെ. അതുകൊണ്ട് കർത്താവേ, ആ വാഗ്ദത്തം ഞങ്ങൾക്ക് ഉള്ളതാണല്ലോ, അത് ഞങ്ങൾക്ക് തരണേ എന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കാം. 1 കൊരിന്ത്യർ 12-ൽ പൗലോസ് പറഞ്ഞതുപോലെ ആ പരിശുദ്ധാത്മാവിന്റെ വിവിധമായ കൃപാവരങ്ങളെ നമുക്ക് വാഞ്ചിക്കാം. സ്തോത്രം. വാഞ്ചിക്കാം. ആത്മാവിന്റെ വിവിധമായ വരങ്ങളുണ്ട്. അത് നമുക്ക് കർത്താവിനോട് ചോദിക്കാം, അത് വാഞ്ചിക്കാം. അതിന് വ്യവസ്ഥ പൗലോസ് അവിടെ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വാഞ്ചിക്കാം, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, തെറ്റില്ല. എന്നാൽ ഇന്ന ശുശ്രൂഷ എനിക്ക് തരണമേ എന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തോട് ശുപാർശ ചെയ്യാൻ വേദപുസ്തകത്തിൽ വ്യവസ്ഥയില്ല. സ്തോത്രം. ഇന്നത് തരണേ, അങ്ങനെ ആവശ്യപ്പെട്ടാൽ അത് തരുമെന്നും തിരുവെഴുത്ത് പറയുന്നില്ല. കർത്താവ് തരുന്നെങ്കിൽ വാങ്ങിച്ചോ, ചെയ്തോ. സ്തോത്രം. കാരണം നാം ഇതിൽ ചിലതിനെയൊക്കെ മറ്റ് ചിലതിന് മുകളിലാണെന്ന് കാണുമ്പോഴാണ് അത് തരണേ എന്ന് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പം IPS-ഉം IAS-ഉം IFS-ഉം ഇങ്ങനെ കുറെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള സംഗതികളുണ്ടല്ലോ. അതിൽ
ചിലർക്ക് IAS കൊടുക്കാൻ വേണ്ടി യോഗ്യത ഉണ്ടെങ്കിലും അവർ പറയും എനിക്ക് IPS മതിയെന്ന്. അവർക്ക് അതാണ് ഇഷ്ടം, അവരത് മതി. വേറെ ചിലര് IPS കിട്ടാൻ ഈ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റിൽ യോഗ്യത ഉണ്ടെങ്കിലും വേണ്ട, എനിക്ക് IAS വേണമെന്നും പറഞ്ഞ് അടുത്ത ടെസ്റ്റും കൂടെ എഴുതുന്നവരുണ്ട്. അത് ലോകത്തിൽ സംഭവിച്ചേക്കാം. ഇതിൽ ഓരോന്നിനും കൊടുക്കുന്ന മൂല്യവും പൊതു സമൂഹത്തിലെ സ്ഥാനവുമൊക്കെ വ്യത്യസ്തമാകാം. പക്ഷെ ആത്മീയ ശുശ്രൂഷയെ സംബന്ധിച്ച് ഒരു ശുശ്രൂഷയ്ക്കും ഏറ്റക്കുറച്ചിലുകളില്ല. എല്ലാം ദൈവസഭയുടെ ആത്മീയ വർധനവിന് വേണ്ടി നൽകപ്പെടുന്നു. വിവിധ അവയവങ്ങളാണെങ്കിലും അവ ഒരുമിച്ച് ചേർന്ന് തലയുടെ നിർദ്ദേശാനുസരണം ഒരേ ലക്ഷ്യത്തിനായിട്ട് പ്രവർത്തിക്കുന്നു. ഇവിടെ ഏറ്റക്കുറച്ചിലുകൾ ഇല്ല. അതുകൊണ്ട് ഒരു ശുശ്രൂഷയെ മറ്റൊരു ശുശ്രൂഷയ്ക്ക് മേലായിട്ട് കാണരുത്. അങ്ങനെ കാണുമ്പോൾ എനിക്ക് ഈ ശുശ്രൂഷ വേണ്ട, ആ ശുശ്രൂഷ മതി എന്ന് പറയുന്നത് അത് ചൈൽഡിഷാണ്, ബാലിശമാണ്. ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു മഞ്ഞ, ഒരു യെല്ലോ ഒരു ടോയ് ഉണ്ടെങ്കിൽ അടുത്ത കുഞ്ഞ് തൻ്റെ കയ്യിലിരിക്കുന്ന നല്ലതിട്ടിട്ട് ആ കുഞ്ഞിൻ്റേത് മേടിക്കാൻ പോകും. നമുക്കറിയാം, നമ്മുടെ സ്വന്തം വീട്ടിലെ കുഞ്ഞുങ്ങൾ തന്നെ മൂത്തവരും ഇളയവരും തമ്മിലും ഈ പ്രശ്നമുണ്ട്. ഏത്തയ്ക്ക അല്ലെങ്കിൽ പഴം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പലഹാരം കൊടുത്താൽ നോക്കും ഇതിലേതാ വലുതെന്ന്. എന്നിട്ട് ആ വലുത് നോക്കിയെടുക്കും. കുട്ടികളുടെ ഒരു സ്വഭാവം അത്. ഇതുപോലെ ശുശ്രൂഷയിൽ ഏറ്റക്കുറച്ചിലുകൾ നമ്മൾ കാണുമ്പോഴാണ് ഇത് വേണ്ട അത് മതി എന്നാഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ഒരു ഏറ്റക്കുറച്ചിൽ ശുശ്രൂഷയിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ ആൾക്കാർ ഈ പഠിപ്പിക്കുന്നത് പോലെ ഇന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ ചെയ്തോ. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു ചെറിയ ക്ലിപ്പ് കണ്ടു. നമ്മുടെ നാട്ടിലെ ഒരു കൊച്ചു പയ്യൻ, ഇപ്പം ഒരു ടീനേജറോ മറ്റോ ആയി, കൊച്ചുമീശയൊക്കെ വന്നു തുടങ്ങി, ശബ്ദമൊക്കെ മാറി. നേരത്തെ തീരെ കൊച്ചു കുട്ടിയായിരുന്ന സമയത്ത് സ്റ്റേജിലൊക്കെ നിന്ന് പ്രസംഗിക്കുകയും പ്രവചിക്കുകയൊക്കെ ചെയ്യുമായിരുന്ന ഒരു പയ്യന് ഇപ്പോൾ ഒരു ടീനേജറായി ഏതോ ഒരു ചർച്ചിലാണോ ഏതോ പൊതുയോഗത്തിലാണോ പ്രസംഗിക്കുമ്പോൾ ഈ പുള്ളി പ്രവചിക്കുന്നതാണ് ആ ഒരു ചെറിയ ക്ലിപ്പിനകത്ത് എനിക്കൊരാൾ അയച്ചു തന്നത്. ചർച്ചിലെ ഒരു പയ്യനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ഈ പയ്യൻ ഏതാണ്ട് ഇവന്റെ പ്രായം തന്നെയുള്ള ഒരു പയ്യനാണ്. ഞാനിപ്പോ പറയാം നിന്റെ മനസ്സിൽ കൂടെ ഓടുന്നത് എന്താണെന്ന്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പം ജിജ്ഞാസ വന്നു കാണും അതെന്താണെന്ന് അറിയാൻ. എനിക്കും തോന്നി, കേട്ടവർക്കൊക്കെ തോന്നി. ഇപ്പൊ ഇവൻ വിവേചിക്കാൻ പോവുകയാണല്ലോ പയ്യനെ, പൊതു സദസ്സിൽ നിർത്തിക്കൊണ്ട് ലൈവായിട്ട്. അത് കഴിഞ്ഞ് പറഞ്ഞതാണ് എനിക്ക് രസകരമായിട്ടാണ് തോന്നിയത്. നീ ഇപ്പം മനസ്സിൽ ചിന്തിക്കുന്നത് എന്നെ പോലെ നിനക്കും കൂടെ സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷിക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് നീ കൊതിച്ചു പോവുകയാണ് ഇപ്പോൾ. അതുവരെ ഉണ്ടായിരുന്ന ആ ഗൗരവം മുഴുവനും ആൾക്കാരുടേത് പോയി. എന്നെ പോലെ ആകാൻ നീ കൊതിക്കുകയാണെന്ന്. ഇങ്ങനത്തെ ഒരു കൊതിയോ സംഗതിയോ ദൈവവചനത്തിലില്ല. സ്തോത്രം. പൗലോസ് രാജാവിനോട് പറയുന്നുണ്ട്, ഈ ചങ്ങല ഒഴികെ സകലത്തിലും നിങ്ങൾ എല്ലാവരും എന്നെ പോലെ ആയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അത് ഞാൻ ആഗ്രഹിക്കുക. സ്തോത്രം. അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്പെസിഫിക് കോളിൽ കർത്താവെ എൻ്റെ മേലേക്ക് അയക്കണേ എന്നും പറഞ്ഞ് നമ്മൾ കാത്തിരിക്കേണ്ടതില്ല.
ദൈവം നമുക്ക് തരുന്ന ഓരോ അവസരങ്ങളും വിശ്വസ്തമായിട്ട് ഉപയോഗിച്ചാൽ, യേശു കർത്താവ് പറഞ്ഞതുപോലെ അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിന് വിചാരകനാക്കും. നമ്മുടെ സ്തേഫാനോസ്, അദ്ദേഹം സുവിശേഷകനായിട്ട് വിളിക്കപ്പെട്ടയാളല്ല. അദ്ദേഹത്തിന് കിട്ടിയ വിളി കഞ്ഞി വിളമ്പാൻ, നമ്മുടെ ഭാഷയാണ് കഞ്ഞി വിളമ്പാനും മറ്റുള്ളവരുടെ ആഹാരം കഴിച്ച പാത്രം കഴുകി വെക്കാനും ഒക്കെ ആയിരുന്നു. മേശമേൽ ശുശ്രൂഷിക്കുക. ഫിലിപ്പോസ് ഒരു മന്ത്രിയെ സ്നാനപ്പെടുത്തിയ ആള്, പരിശുദ്ധാത്മാവ് എടുത്തോണ്ട് പോയ ഒരാളാ. അദ്ദേഹത്തിനും തൻ്റെ ആദ്യത്തെ ദൗത്യം എന്തായിരുന്നു? ഇത് തന്നെ. ആ, സ്തോത്രം. അപ്പോ ഇവരാരും തന്നെ ആദ്യം ഇങ്ങനെ ഒരു ശുശ്രൂഷ ആഗ്രഹിച്ചവരോ അതിനുവേണ്ടി സമർപ്പിച്ചവരോ ഒന്നുമല്ല. അവർക്ക് അന്നേരം ശുശ്രൂഷിക്കാൻ കിട്ടിയ ആ സ്ലോട്ടിനകത്ത്, ആ ഒരു അവസരത്തിൽ അവർ വിശ്വസ്തമായിട്ട് ദൈവത്തെ സേവിച്ചു. പിന്നത്തേതിൽ ദൈവം അവരെ ഉയർത്തി പലയിടത്തേക്കും കൊണ്ടുപോയി. അത്രേ ഉള്ളൂ. ഇപ്പൊ നമുക്കും അത് ചെയ്താൽ മതി. ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് വിശ്വസ്തയോടുകൂടെ ചെയ്യുക. അതിന് പുറത്തേക്ക് വരാൻ നമ്മൾ ശ്രമിക്കേണ്ടതില്ല. ദൈവം തക്ക സമയമാകുമ്പോൾ നമ്മളെ കൂടുപൊട്ടിച്ച് പുറത്തു കൊണ്ടുവരും. എന്നാൽ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാനും നാം സമർപ്പിതരായിരിക്കണമെന്ന് മാത്രം. വ്യക്തമായി കാണുമല്ലോ. സ്തോത്രം. അപ്പം ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. ഇപ്പം വിളിയുടെ രണ്ട് മുഖങ്ങൾ: ഒന്ന് പൊതുവായി രക്ഷയ്ക്കും മാനസാന്തരത്തിനും വേണ്ടിയുള്ളത്, രണ്ടാമത്തേത് പ്രത്യേകമായ ദൗത്യ നിർവഹണത്തിന് വേണ്ടിയുള്ളത്. ക്രിസ്തു ശരീരത്തിലെ അവയവങ്ങൾ എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു കഴിവോ ശുശ്രൂഷയോ നൽകിയിട്ടുണ്ട്. അത് അതിൻ്റെ അളവിൽ നിവർത്തിക്കുക. അത് കഴിയുമ്പോൾ കർത്താവ് നമ്മെ പ്രത്യേകമായ മറ്റ് ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി വിളിച്ച് വേർതിരിച്ചുകൊള്ളും. അത് പൊതുസഭയ്ക്ക് മനസ്സിലാകും. പ്രവൃത്തികൾ 13-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതുപോലെ പ്രാദേശിക സഭയ്ക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി പൗലോസിനെയും ബർന്നബാസിനെയും പ്രത്യേക ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചിരിക്കുന്നു എന്ന്. അത് പ്രാദേശിക സഭയ്ക്ക് ബോധ്യമാകും. ആ നിലയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും. അതിന് നമ്മളായിട്ട് തന്നെ ഒന്നും ചെയ്യേണ്ടതില്ല. അങ്ങനെ സ്പെഷ്യലായ ദൗത്യത്തിന് വേണ്ടി വിളിക്കപ്പെടുന്നവരുണ്ട്. സ്തോത്രം. ചിലർക്ക് നേരത്തെ തന്നെ ആ വിളി അറിയാം, ചിലർക്ക് അങ്ങനെ പ്രത്യേകിച്ച് അറിയത്തില്ല. പക്ഷെ ദൈവം അങ്ങനെ ആ വഴിയിലൂടെ അവരെ അങ്ങ് കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. ഏതായാലും ആ ഒരു ദൗത്യ നിർവഹണത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുക. അതാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. ഇവിടുത്തെ വിളി പൊതുവായ വിളിയാണ്. സ്വർഗീയ വിളി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് പൊതുവായ വിളി, രക്ഷയ്ക്കായിട്ടുള്ള വിളി. ആ രക്ഷയ്ക്കായി ഇതിലേതാ പ്രസക്തമായത് അല്ലെങ്കിൽ പ്രാധാന്യമർഹിക്കുന്നത്? ഒന്നാമത്തേതോ രണ്ടാമത്തേതോ? ഒന്നാമത്തേതാ. ഒന്നാമത്തേതാ. സ്തോത്രം. കാരണം
ഇന്നലെയാണെന്ന് തോന്നുന്നല്ലോ നമ്മൾ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ വായിച്ചത്. ഇന്നലെയായിരുന്നു. നമ്മെ സുവിശേഷത്താൽ രക്ഷയ്ക്കായി വിളിച്ചിരിക്കുന്നു. ആ രക്ഷയ്ക്കായിട്ടുള്ള വിളിയിലാണ് ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കുന്ന വിളി. സ്തോത്രം. അപ്പോൾ ശുശ്രൂഷയുടെ വിളിയേക്കാൾ മഹത്തായ വിളിയാണ് രക്ഷയ്ക്കായിട്ടുള്ള വിളി. സ്തോത്രം. ആ ഭാഗങ്ങളിലേക്ക് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെ എത്താമെന്ന് കരുതുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ ദൈവം നമ്മെ വിശുദ്ധീകരിച്ച് നമ്മെ വിശുദ്ധന്മാരാക്കി, എന്നിട്ട് നമ്മെ വിളിച്ചു. ആ സ്വർഗീയ വിളിക്ക് നാം ഇന്ന് ഓഹരിക്കാരായി തീർന്നിരിക്കുന്നു. സ്തോത്രം. നമ്മെ ആ സ്വർഗീയ വിളി കൊണ്ട് വിളിച്ചത് ഒരു ശുശ്രൂഷ ചെയ്യിക്കാൻ എന്നതിനേക്കാൾ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കുവാൻ. ആ ലക്ഷ്യത്തോടെ നമുക്ക് നമ്മുടെ ജീവിതം കഴിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.